എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയിസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരൊക്കെ ഒരു ഷവർമ്മ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലെങ്ങനെയാണ് ഒരു ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് കണ്ടാലോ. അപ്പം നിമിഷ നേരം കൊണ്ട് ഇച്ചിരി ചിക്കനും നമ്മൾ ഈ മേടിക്കുന്ന പ്രോസൻ ചപ്പാത്തിയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കാവേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിമിഷ നേരം കൊണ്ടൊരു ഷവർമ്മ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ നമ്മുടെ ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് ഷവർമ്മയുടെ നമ്മുടെ ചപ്പാത്തിക്കകത്ത് വെക്കാനുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാബേജ് എടുത്ത് നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് നന്നായിട്ട് പിച്ചി കീറി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി അതിനകത്തേക്കൊരു ശകല ഉപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഓൾറെഡി വേവിച്ചപ്പം ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടാണ് നമ്മളൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മൾ മയോണൈസാണ്. ഇനി ഇങ്ങനെ മയോണൈസ് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ നമുക്കൊഴിച്ച് നമുക്ക് വെക്കാം. ഞാനിത് ഇവർക്ക് കൊടുക്കാനായതുകൊണ്ട് ഇങ്ങനെ അതിനകത്തേക്കൊരു 3 സ്പൂൺ മയോണൈസും കൂടി നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. മുട്ടയുടെയല്ല, നമ്മൾ പാല് പിരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ മയോണൈസാണ്. അത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ട് അതും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാൻ. അപ്പോൾ നമ്മുടെ ചിക്കനും ക്യാബേജും ക്യാരറ്റും നമ്മുടെ മയോണൈസും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തു. ഇനി നമുക്കതിനകത്തോട്ട് ഒരു ചെറിയ സൈസ് സവോള കനം കുറച്ചതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് നമ്മുടെ ഈ കൂട്ടിനകത്തോട്ട് നമുക്കിട്ട് ഒന്ന് അതും കൂടെ കൂട്ടി ഒന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ സവോളയും കൂടെ നമ്മൾ അതിനകത്തോട്ടിട്ട് ഫില്ല് ചെയ്തു. ഇനി നമ്മുടെ ഫ്രോസൺ ചപ്പാത്തി നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. നമ്മുടെ സാധാരണ പാക്കറ്റ് ചപ്പാത്തിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അത് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാവേ. ഒത്തിരി അങ്ങനെ കൊമളയായിട്ടൊന്നും വരണ്ട, എന്നാൽ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി ഒന്ന് വെന്തെടുത്താൽ മതി. ഒത്തിരി കരിഞ്ഞു പോവുമോ അല്ലെങ്കിൽ ഒത്തിരി ഹാർഡായിട്ട് പോവുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്കത് മടക്കിയെടുക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവുമേ. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി എല്ലാം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി വെച്ച് നമുക്ക് ഷവർമ്മയുടെ കൂട്ടതിനകത്ത് വെച്ച് നമുക്കൊന്ന് ഫില്ല് ചെയ്യാവേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണ്ടിയവർക്ക് ഇങ്ങനെ ഇടാം. ഇനി അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കെച്ചപ്പും കൂടി ഒഴിച്ചൊന്ന് മടക്കി വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് പിള്ളേർക്ക് തയ്യാറാക്കി കൊടുക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഷവർമ്മയെല്ലാം നമ്മൾ റെഡിയാക്കി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മുടെ ബട്ടർ പേപ്പറിനകത്തോട്ട് നമുക്ക് ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്കതും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം. ഇപ്പം ലഞ്ചായിട്ടോ ഇനി സ്നാക്സ് ആയിട്ടോ അതുമല്ല ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും പിള്ളേർക്ക് ചിക്കൻ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണേ. കടയിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കരുത്. ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല. മയോണൈസ് ആണെങ്കിലും നമ്മൾ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയതാണല്ലോ. ഞാനിവിടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഷവർമ്മ വേണമെന്നുള്ളപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. യാതൊരു കെമിക്കലും ഇല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 5 മിനിറ്റ് മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ കൊച്ചിനോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് നമ്മുടെ ഷവർമ്മ? സൂപ്പറാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയുണ്ടോ? കുഴപ്പമില്ല.